പ്രൈം ടൈം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അതാണ് ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നിന്ന് പുറത്തുവരുന്നൊരു വാർത്തയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. തിരുവനന്തപുരം കമലേശ്വരത്ത് വീടിന്റെ ടെറസിൽ കഞ്ചാവ് വളർത്തിയതിന് അക്കൗണ്ട് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. രാജസ്ഥാൻ സ്വദേശിയായ ജിതിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. 5 ചട്ടികളിലായി കഞ്ചാവ് നട്ടു വളർത്തുകയായിരുന്നു. ഈ സ്ഥലത്ത് ഈ ടെറസിന്റെ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ 5 കഞ്ചാവ് ചെടികൾ, വ്യത്യസ്ത അളവുകളിലുള്ള നീളത്തിലുള്ള 5 കഞ്ചാവ് ചെടികൾ പ്രത്യേകം ചട്ടിയിലാക്കി തന്നെ അതിനുവേണ്ടി വെള്ളമൊഴിച്ച് അതിനുവേണ്ടി പ്രത്യേകം മണ്ണ് സംഭരിച്ച് വെച്ച് വളർത്തുന്ന രീതിയിലാണ് കണ്ടെടുത്തിരിക്കുന്നത്. അത് ജിതിൻ എന്ന് പറയുന്ന 27 വയസ്സുള്ള ഒരാളിനെയാണ് നമ്മൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി സബ്സിക്വന്റ് അന്വേഷണത്തിൽ മാത്രമേ ബാക്കി ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ ഇപ്പോൾ 3 പേര് താമസിക്കുന്നതെന്നാണ് അറിയുന്നത്. പക്ഷേ വാടക എഗ്രിമെന്റ് എല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജിതിന്റെ പേരിലാണ്. ഇതിനെ ചോദ്യം ചെയ്തതിൽ അയാൾ തന്നെയാണ് ഇത് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാളാണ് ഇപ്പോൾ പ്രസാദ് ചേർത്തിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള സബ്സിക്വന്റ് അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ അറിയാൻ പറ്റത്തുള്ളൂ. വിവരങ്ങളുമായി MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, രാജസ്ഥാൻ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നത്. ഇയാളുടെ കൂടെ താമസിക്കുന്ന മറ്റ് 2 പേരുണ്ട്. അവരും ഉദ്യോഗസ്ഥരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ വിവരം പുറത്തറിയുന്നത്? എക്സൈസിന്റെ പരിശോധനയുടെ പശ്ചാത്തലം എന്തായിരുന്നു? വിശദാംശങ്ങൾ പ്രതീഷ്. റിജിത്ത്, സംസ്ഥാനമൊട്ടാകെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇങ്ങ് തലസ്ഥാനത്ത് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ തന്നെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടികൾ എക്സൈസ് കണ്ടെടുക്കുന്നത്. ഇന്ന് വൈകിട്ടോട് കൂടിയാണ് എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന വീട്ടിൽ എക്സൈസ് സംഘം പരിശോധനയ്ക്ക് എത്തുന്നത്. തിരുവനന്തപുരം AG's ഓഫീസിലെ 3 ഉദ്യോഗസ്ഥർ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് ഇത്. ഇവിടെ എത്തുമ്പോൾ ഈ വീടിന്റെ ടെറസിൽ കഞ്ചാവ് നട്ടു വളർത്തിയ രീതിയിലായിരുന്നു. 5 ചട്ടികളിലായി കഞ്ചാവ് ഉണ്ടായിരുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യം. ഏകദേശം 4 അടിയോളം ഉയരം ഈ കഞ്ചാവ് ചെടിക്ക് ഉണ്ടായിരുന്നു. തുടർന്ന് ഇവിടെ താമസിച്ചിരുന്ന ഉദ്യോഗസ്ഥരെ എക്സൈസ് സംഘം ചോദ്യം ചെയ്തു. ഇതിൽ രാജസ്ഥാൻ സ്വദേശിയായ ജിതിൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. അദ്ദേഹമാണ് ഈ കഞ്ചാവ് ചെടി ഇവിടെ നട്ടു വളർത്തിയത് എന്നതാണ് എക്സൈസിനോട് നൽകിയ വിശദീകരണം. ഇതിനെ തുടർന്ന് ഈ ജിതിൻ എന്ന് പറയുന്ന വ്യക്തിയെ എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഈ അല്പസമയം മുമ്പാണ് ഈ എക്സൈസ് സംഘം ജിതിനുമായി ഈ വീട്ടിൽ നിന്ന് പോയിട്ടുള്ളത്. ഈ മറ്റ് 2 പേർ ഒപ്പം താമസിക്കുന്ന മറ്റ് 2 പേര് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും മറ്റ് കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ജിതിൻ തന്നെ സ്വമേധയാ സമ്മതിക്കുകയായിരുന്നു താൻ നട്ടു വളർത്തിയതാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ജിതിനെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റ് 2 പേർക്ക് ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗവുമായി ബന്ധമുണ്ടോ എന്ന് എക്സൈസ് പരിശോധിക്കുന്നുണ്ട്. ഈ നിലവിൽ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഈ അക്കൗണ്ട് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് ഈ ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എന്നതാണ് എക്സൈസിന് ലഭിച്ച പ്രാഥമിക വിവരം. ഇതിന്റെ ആധികാരികത ഉൾപ്പെടെ എക്സൈസ് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും പിടിച്ചെടുത്ത ഈ കഞ്ചാവ് ചെടികൾ 5 കഞ്ചാവ് ചെടികൾ എക്സൈസ് ഇവിടെ നിന്ന് സീൽ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നാളെ ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ വീട്ടിൽ കഞ്ചാവ് ചെടി നട്ടി വളർത്തി സൂക്ഷിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ശക്തമായ നടപടിയിലേക്ക് കൂടി എക്സൈസ് പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, കർശന നടപടിയിലേക്ക് എക്സൈസ് കടക്കുന്നുണ്ട്. ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ടെറസിന് മുകളിൽ നിന്നാണ് വളർത്തുന്ന നിലയിൽ കഞ്ചാവ് ചെടികൾ പിടികൂടിയതെന്നതാണ് ശ്രദ്ധേയം. കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ ജനാലയിലൂടെ ചാടി അതിസാഹസികമായി ഇറങ്ങിയോടി. ഇന്നലെ രാത്രിയിലാണ് സംഭവമുണ്ടായത്. ഷൈൻ ഹോട്ടലിൽ നിന്ന് പുറത്തു കിടക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സിനിമാ രംഗങ്ങളെ വെല്ലുന്ന പ്രകടനമായിരുന്നു പോലീസ് പരിശോധനയ്ക്കിടെ താരം നടത്തിയത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. മലയാള സിനിമയ്ക്കിത് നാണക്കേടിന്റെ ദിവസം. ലഹരി പരിശോധനയ്ക്കായി ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ജനല് വഴി ഓടി രക്ഷപ്പെട്ടു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രക്ഷപ്പെടൽ. കോമഡി ആക്ഷൻ സിനിമകളെ വെല്ലുന്ന നാടകീയതയാണ് ഇന്നലെ PGS വേദാന്ത ഹോട്ടലിൽ നടന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ ടോം ചാക്കോയെ നിരീക്ഷിച്ചു വരികയായിരുന്നു കൊച്ചി ഡാൻസ് ഓഫ്. ഇന്നലെ രാവിലെ 5:30 ഷൈൻ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. 314 റൂമിലേക്ക് 10:50 കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് എത്തുന്നു എന്ന വിവരം കണ്ട ഷൈൻ ടോം ചാക്കോ ആ റൂമിലെ ജനല് വഴി പുറത്തേക്ക് ചാടി. 3-ാം നിലയിലായിരുന്നു റൂം. 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലേക്ക് ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് അടക്കം ഒടിഞ്ഞു പോകുന്നു. പിന്നീട് അവിടെ നിന്ന് റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടുന്ന
CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഷൈൻ ടോം ചാക്കോക്കൊപ്പം 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പാലക്കാട് സ്വദേശിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഷൈൻ ടോം ചാക്കോ എടുത്ത മുറിയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് പരിശോധന. അങ്ങോട്ടേക്ക് ഡാൻസ് ഓഫ് എത്തിയപ്പോൾ ഷൈൻ ഓടിക്കളഞ്ഞെങ്കിലും സുഹൃത്ത് ആ മുറിയിലുണ്ടായിരുന്നു. സുഹൃത്തിനെ വിശദമായി പരിശോധിച്ചു. പക്ഷേ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ പോലീസ് സംശയിക്കുന്നത് ഷൈന്റെ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നെന്നും ഇത് മറക്കുന്നതിനു വേണ്ടി ഷൈൻ ഓടി രക്ഷപ്പെട്ടുവെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ സമാനമായ നീക്കമാണ് എറണാകുളത്തെ ഈ സ്വകാര്യ ഹോട്ടലിലും നടത്തിയത്. രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ലെങ്കിലും നടന്റെ കള്ളി വെളിച്ചത്താക്കാൻ ഡാൻസ് ഓഫ് സംഘത്തിനായിട്ടുണ്ട്. എന്തിന് ഷൈൻ ഓടി എന്ന ചോദ്യം അവിടെ ബാക്കിയായി നിൽക്കുന്നു. അതിന് മറുപടി പറയേണ്ടത് ഷൈൻ ടോം ചാക്കോയാണ്. സിനിമാ സംഘടനകളടക്കം ഷൈനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയും വിലക്കടക്കമുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ട വഴികളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ്. ഹോട്ടലിൽ നിന്ന് ഒരു ബൈക്കിൽ ബോൾഗട്ടി ഭാഗത്തേക്ക് പോയ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ ഉണ്ടാകും എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. S ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഈ ഷൈൻ ടോം ചാക്കോ എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്നുണ്ടോ? ഒളിവിലാണെങ്കിലും ഒളിവിലിരുന്നു കൊണ്ട് ഇൻസ്റ്റഗ്രാം റീൽസായി പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ അത് കാണാനും കഴിയുന്നുണ്ട്. ശ്യാം, റിജിത്ത്, പോലീസ് എത്തിയെന്ന വിവരം അറിഞ്ഞ് പേടിച്ച് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയാണ് ഒളിവിലിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അത് റീലുകളൊക്കെ ഇട്ടുകൊണ്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. പക്ഷേ എവിടെയാണെന്ന് പുറത്തു പറയാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് തന്നെ നല്ല പേടിയുണ്ട്. ഏതായാലും പോലീസ് ഇയാളുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഇയാൾ സഞ്ചരിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ കേസെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് പുറകെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട, ഒളിയിടം കേരള പോലീസിന് നിസ്സാരമായി കണ്ടുപിടിക്കാം, പക്ഷെ പുറകെ പോയി എടുക്കേണ്ട, അറസ്റ്റ് ചെയ്യേണ്ട എന്ന് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഹോട്ടലിൽ നിന്ന് ബോൾഗാട്ടി ഭാഗത്തേക്ക് ബൈക്ക് ഓടിച്ചു പോയ ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ CCTV ദൃശ്യമടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് ഷൈൻ ടോം ചാക്കോ താമസിക്കുന്ന സ്ഥലത്ത് നോട്ടീസ് നൽകാനായി പോലീസ് സംഘം എത്തിയിരുന്നു. പക്ഷെ അവിടെ നിന്ന് പേടിച്ചൊളിവിൽ പോയി എന്നുള്ള വിവരം തന്നെയാണ് പോലീസിനും ലഭിച്ചത്. ഇതോടെയാണ് പോലീസ് തിരികെ വന്നിരിക്കുന്നത്. അടുത്ത ദിവസം വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനുമാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ പേടിച്ചൊളിവിൽ പോയിരിക്കുന്ന ഷൈൻ ടോം ചാക്കോയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പോലീസ് അടുത്ത ദിവസം തന്നെ തെളിയിക്കുമെന്നാണ് അവരും പറയുന്നത്. ശരി, S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന്റെ കൈവശമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്ന നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലൂഷ്യസിന്റെ പരാതി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമാണ് നടി പരാതി നൽകിയത്. നടിയുടെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. നടനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന നിലപാടിലാണ് പോലീസ്. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചെന്നാണ് നടി വിൻസി അലോഷ്യസിന്റെ പരാതി. നടനിൽ നിന്ന് നേരിട്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാട്. കർശന നടപടി വേണമെന്ന് വിൻസി അലോഷ്യസ് 24നോട്. എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ? മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. വിൻസിക്കൊപ്പം സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച സഹനടൻ സുഭാഷ് പോണോളിയും ഷൈന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായി 24നോട് പറഞ്ഞു. നിൽക്കണോടത്ത് ഇങ്ങനെ ഒക്കെ കാണിച്ച് ഓരോ ഗോഷ്ഠികൾ കാണിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ അടുത്തുനിന്ന് മൊബൈൽ മേടിച്ച് നമ്മൾ മുകളിലിടില്ലേ, ഇത് വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറുക, ചാടി കയറുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ആൾ ഫുള്ള്. നടിയുടെ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്നില്ലെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടും. അതേസമയം ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഷൈൻ ലഹരിയുമായി കടന്നു കളഞ്ഞതാണോ എന്ന സംശയ ദൂരീകരണമാണ് ലക്ഷ്യം. ഹോട്ടലിൽ നിന്ന് പോയ ശേഷം താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച നടൻ ഷൈൻ ടോം ചാക്കോ രംഗത്തെത്തി. ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് പരിഹാസം. ഇതുവരെ കേസെടുത്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനും എക്സൈസിനും മറുപടി നൽകേണ്ടി വരും.
ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. നടി വിൻസി അലൂഷ്യസിന്റെ പരാതിയിൽ നടപടിക്കൊരുങ്ങി സിനിമാ സംഘടനകൾ. പരാതി അന്വേഷിക്കാൻ 3 അംഗ കമ്മീഷനെ നിയോഗിച്ച് അമ്മ. നടനെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി. ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയത് റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായി കണ്ടാൽ മതി എന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം. നടി വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെ രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നതായിരുന്നു സിനിമാ സംഘടനകളുടെ നിലപാട്. ഇമെയിൽ മുഖേന പരാതി ലഭിച്ചതോടെ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അന്വേഷണത്തിന് നിയോഗിച്ചു. വിൻസിയുമായി നേരിട്ട് സംസാരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമ്മ വ്യക്തമാക്കി. എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും വിൻസിക്ക് ഞങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. വിൻസിയുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ. പരാതിയിന്മേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ തീരുമാനം. ലഹരി ഉപയോഗിച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഇയാൾ എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരു അവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതിയതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോൺ ചാക്കോ. റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നിട്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം? ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാരത്തോണൊക്കെ നടക്കാറില്ല. ഇവിടെ മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു? അല്ല, ആരുടെ പരാതിയാണ്? എന്നോട് പറഞ്ഞിട്ടില്ല പരാതി. പരാതിക്ക് പിന്നാലെ വിൻസി അലോഷ്യസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. മോശം പെരുമാറ്റത്തെ എതിർത്ത വിൻസി അലോഷ്യസിന്റെ നടപടി അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുമെന്നായിരുന്നു WCCയുടെ പ്രതികരണം. 24 കൊച്ചി. നടൻ ശ്രീനാഥ് ബാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാർ പുലർച്ചെ 3 മണിക്ക് കഞ്ചാവ് കിട്ടണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചുവെന്നും ചിത്രീകരണത്തിന് പല സമയങ്ങളിലും എത്തിയില്ല എന്നുമാണ് ഹസീബ് മലബാർ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആരോപണം. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ശ്രീനാഥ് ഭാസി തുടർച്ചയായി കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. രാത്രി 3 മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുമുണ്ട്. പേര് ശ്രീനാഥ് ഭാസി എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. 35 ദിവസം കൊണ്ട് തീർക്കേണ്ട ചിത്രീകരണം അവസാനിച്ചത് 120 ദിവസത്തിന് ശേഷമെന്നും ഹസീബ് മലബാർ. രാത്രി ഒരു ദിവസം ഇതേപോലെ ലഹരി വേണമെന്ന് പറഞ്ഞ് എന്റെ കൂടെയുള്ള ആളെ അവിടെ വിളിച്ചു പറഞ്ഞു. ഒരു 2:45 ആയപ്പം കഞ്ചാവ് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ വിളിച്ചു, എന്റെ കൂടെ നിൽക്കുന്ന പയ്യൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നീ ഒരു പണി പിണക്കണ്ട, പിണയ്ക്കാവുന്ന നാളെ വരില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക, ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അതുപോലെ അത് ഡീൽ ചെയ്തു. തോന്നും പോലെയാണ് ഷൂട്ടിങ്ങിന് എത്തിയിരുന്നത്. ലഹരി ഉപയോഗം സിനിമാ ചിത്രീകരണത്തെ മോശമായി ബാധിച്ചു. തന്റെ സിനിമയ്ക്ക് കളങ്കമുണ്ടാകുമോ എന്ന് ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത്. അണിയറ പ്രവർത്തകരുമായി കൂടിയാലോചിച്ചതിനു ശേഷം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഹസീബ് മലബാർ. വിഷയത്തിൽ നടൻ ശ്രീനാഥ് ഭാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ചർച്ചയാകുന്നതിനിടയിലാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. പ്രൈം ടൈമിലേക്ക് വീണ്ടും ബില്ലുകൾ ഒപ്പുവെക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി തമിഴ്നാട് ഗവർണർ. ഡൽഹിയിലേക്ക് പോയ RN രവി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് പുനഃപരിശോധനാ ഹർജി നൽകുന്നതിൽ തീരുമാനമെടുക്കും. ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കുറ്റപ്പെടുത്തി. നിയമസഭ പാസാക്കുന്ന ബില്ലിൽ ഒപ്പുവയ്ക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ ചരിത്രവിധിയുടെ ആഘാതം മറികടക്കാൻ നിയമപോരാട്ടത്തിനൊരുങ്ങുകയാണ് തമിഴ്നാട് ഗവർണർ. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലേക്ക് പോയ RN രവി രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. നിയമവശം പരിശോധിച്ച ശേഷം കോടതി വിധിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. കോടതി വിധിക്ക് പിന്നാലെ ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകളും നിയമമായി മാറിയിരുന്നു. അതേസമയം ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുന്നുവെന്ന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വിമർശിച്ചു. ഭരണഘടനയെ മറന്നാണ് സുപ്രീം കോടതി ജഡ്ജിമാർ കേസിൽ വിധി പറഞ്ഞതെന്നും ധൻഖർ കുറ്റപ്പെടുത്തി. എന്തായാലും വിവാദമായ 10 ബില്ലുകളിലെ തർക്കവും നിയമപോരാട്ടവും അടുത്തെങ്ങും അവസാനിക്കുന്ന മട്ടില്ല. 24 ചെന്നൈ. കോഴിക്കോട് വീണ്ടും കോടികളുടെ ഓൺലൈൻ തട്ടിപ്പ്. വ്യാജ ട്രേഡിംഗ് ആപ്പ് വഴി പണം തട്ടി. ഡോക്ടർക്ക് 1.25 കോടിയും വീട്ടമ്മയ്ക്ക് 23 ലക്ഷം രൂപയും നഷ്ടമായി.
കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? ഒരു ഡോക്ടറടക്കം ഇതിൻ്റെ വലയിലാവുന്നുണ്ട്. നഷ്ടപ്പെടുന്ന പണത്തിൻ്റെ അളവ് അത് വലിയ അളവുമാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിൽ പോലീസിന് ലഭ്യമാവുന്നുണ്ടോ? TK, ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് നേരത്തെ പോലീസ് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നിട്ടും നല്ല വിദ്യാഭ്യാസം ലഭിച്ചവർ പോലും ഇവരുടെ വലയിൽ അകപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇവിടെ ഇപ്പോൾ ഒരു ഡോക്ടർക്കാണ് 1.25 കോടി രൂപയും വീട്ടമ്മയ്ക്ക് 23 ലക്ഷവും നഷ്ടമായിട്ടുള്ളത്. ഇതിൽ ഡോക്ടർ തിരുവമ്പാടി സ്വദേശിയാണ്, വീട്ടമ്മ ഒരു കൊയിലാണ്ടി സ്വദേശിനിയാണ്. ഇവരുടെ രീതി എന്നുള്ളത് ഈ വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകൾ വഴിയാണ് ഇവർ ഈ ആൾക്കാരിലേക്ക് എത്തുന്നത്, ഡോക്ടർ ഉൾപ്പെടെയുള്ളവരിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലാഭം, വലിയ രീതിയിലുള്ള ലാഭം നൽകാമെന്ന് വിശ്വസിപ്പിക്കും. ആദ്യം കുറച്ച് പണം വാങ്ങും, അതിന് ചെറിയ ലാഭം നൽകും. തുടർന്ന് വലിയ അളവിൽ പണം നിക്ഷേപിക്കാനുള്ള ഒരു നിർദ്ദേശം ഇവർക്ക് നൽകും. അങ്ങനെയെങ്കിൽ വലിയ അളവിലുള്ള ലാഭം നൽകാം എന്നും ഇവർ പറയും. പിന്നീട് ഇത് വിശ്വസിച്ച് ആദ്യം ലഭിച്ച ചെറിയ ലാഭം അത് വിശ്വസിച്ച് ഇവർ കൂടുതൽ പണം ഇതിലേക്ക് നിക്ഷേപിക്കും. അങ്ങനെ നിക്ഷേപിച്ചതിന് മതിയായ ലാഭം ലഭിക്കാതെ വരുമ്പോഴാണ് തങ്ങൾ തട്ടിപ്പിനിരയായി എന്ന് പലർക്കും മനസ്സിലാവുക. ഏതായാലും നിലവിലിപ്പോൾ ഏതാണ്ട് 2 കോടി രൂപയോളമാണ് പലരിൽ നിന്നായി നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഈ പണങ്ങൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട്, പഞ്ചാബ്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ അക്കൗണ്ടുകളിലേക്കാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. നിലവിലിപ്പോൾ കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. TK. ശരി, അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നേരത്തെ ഇതിന് സമാനമായ രീതിയിൽ ഒരുപാട് തട്ടിപ്പുകളുടെ, പല സ്വഭാവത്തിലുള്ള തട്ടിപ്പുകളുടെ വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിൽ പോലീസ് തന്നെ ഒരു ജാഗ്രത എന്നുള്ള നിലയിൽ, ജനങ്ങൾക്കുള്ള ഒരു ജാഗ്രത എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതാണ്. പക്ഷേ ഇപ്പോഴും ചില ആളുകളൊക്കെ അതിൽ ചെന്ന് വീഴുന്നു എന്നുള്ളത് നിരാശാജനകമാണ്. എന്തായാലും വലിയ തട്ടിപ്പാണ് കോഴിക്കോട്ട് നടന്നിരിക്കുന്നത്. കോടികളാണ് നഷ്ടമായിരിക്കുന്നത്. ADM ആയിരുന്ന K. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളി. എല്ലാ കേസുകളിലും CBI അന്വേഷണം പ്രായോഗികമല്ല എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ നിലപാട് ശരിയാണെന്ന് കോടതിയും വ്യക്തമാക്കിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. K. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജസ്റ്റിസുമാരായ സുധാൻഷു ധുലിയ, K. വിനോദ് ചന്ദ്രൻ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. കേസ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ് സർക്കാർ അന്വേഷിച്ചതെന്നും നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഗവൺമെന്റ് ആ കേസ് വളരെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിയമപരമായി പരിശോധിക്കുകയും നിലപാടുകൾ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് CBI എൻക്വയറിക്ക് വേണ്ടി അവർ കോടതിയെ സമീപിച്ചത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എന്താണ് ഇതിലൊരു ആശങ്ക വന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല. അവരെ ആരെങ്കിലും ഈ കാര്യത്തിൽ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ചാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ ഹർജി നേരത്തെ ഹൈക്കോടതിയും തള്ളിയിരുന്നു. 24 ഡൽഹി. വഖഫ് ഭേദഗതി നിയമത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിച്ച് സുപ്രീം കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര വഖഫ് കൗൺസിലിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേസ് അടുത്ത മാസം 5-ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിൽ രേഖാമൂലം നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു. നിയമം സ്റ്റേ ചെയ്യരുതെന്നും വഖഫ് വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നുമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഒരാഴ്ച കാലയളവിൽ വഖഫ് കൗൺസിലുകളിലേക്കോ ബോർഡുകളിലേക്കോ നിയമനം നടത്തിയാൽ അത് അസാധുവാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരുത്തില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ പശ്ചാത്തലം പരിഗണിക്കണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമം സ്റ്റേ ചെയ്യണമെന്നില്ല, എന്നാൽ തൽസ്ഥിതി മാറരുതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ മറുപടി പുനഃപരിശോധിക്കാൻ ഹർജിക്കാർക്ക് 5 ദിവസത്തെ സമയം അനുവദിക്കും. ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുന്നിലെത്തിയ എല്ലാ ഹർജികളിലും വാദം പറ്റില്ലെന്ന് അറിയിച്ച കോടതി 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കി. മറ്റ് ഹർജികൾ അപേക്ഷകളായി പരിഗണിക്കുകയോ തീർപ്പാക്കിയതായി കണക്കാക്കുകയോ ചെയ്യും.
മെയ് 5-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്കേറ്റ തിരിച്ചടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇന്ത്യ മുന്നണി ഉയർത്തിയ ആശങ്കകൾ ശരിവെക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ സുപ്രീം കോടതി 7 ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും നിലവിലെ വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശം BJPക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന് പ്രസക്തിയില്ലെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സുപ്രീം കോടതി തന്നെ അത് വളരെ ഗൗരവത്തിലെടുത്തു എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമെന്നുള്ളത്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഒരു തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. സുപ്രീം കോടതിയുടേത് ശ്രദ്ധേയമായ വിധിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ പ്രതികരണം. ഇത് ഒരു ആശ്വാസകരമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്കേറ്റ തിരിച്ചടിയാണ് ഇടക്കാല വിധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യൂനപക്ഷാവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ മേൽ RSSൻ്റെയും BJPയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്ക് തുടരെ കിട്ടുന്ന അടിയാണത്. വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് നൽകിയത് വലിയ സന്ദേശമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർലമെന്റിനടുത്ത് പോലും സപ്രസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾ ഒരു വിശാലമായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സുപ്രീം കോടതി വിധി ഉയർത്തി മുനമ്പം വിഷയത്തിലടക്കം BJPയെ പ്രതിരോധിക്കാനാണ് UDF LDF മുന്നണികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ 12 പേർക്ക് ഭക്ഷ്യവിഷബാധ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. ചിക്കനും ബട്ടറും കഴിച്ചതോടെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്ന് തൊഴിലാളികൾ പറയുന്നു. 12 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. S ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എവിടെ നിന്നാണ് ഇവർ ഈ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്? എന്താണ് ആരോഗ്യനില? നിലവിലുള്ള കണ്ടീഷൻ എന്താണ് ശ്യാംകുമാർ? റീജിത്ത്, സ്ത്രീകളും കുട്ടികളും അടക്കമാണ് 12 പേരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 16 പേര് എല്ലാവരും ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണ്. അവർ ഇന്ന് തൃപ്പൂണിത്തുറയിൽ എത്തിയ ശേഷം അവർ താമസിക്കുന്ന വീട്ടിൽ ചിക്കനും ബട്ടറും ഉണ്ടാക്കി കഴിച്ചു എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ വെച്ചാണ് ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടത്. 4 പേരെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇവരെ വിട്ടയച്ചു. ബാക്കി കുറച്ച് ആരോഗ്യനില വഷളായ ആളുകളെയാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. 12 പേരാണുള്ളത്. ഇവരെല്ലാവരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർ തന്നെ വെച്ച് കഴിച്ച ഭക്ഷണമാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നുള്ളതാണ് നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ആശുപത്രിയിൽ നടന്നു വരികയാണ്. ശരി, S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഡൽഹി ഈസ്റ്റ് കൈലാഷിലെ ചർച്ച് ഓഫ് ട്രാൻസ്ഫിഗറേഷനിലെ പോലീസ് സുരക്ഷാ വിഷയം പരിഹരിച്ചു. പള്ളി അധികൃതരും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് നടപടി. പള്ളി കോമ്പൗണ്ടിന് പുറത്തുള്ള പരിപാടിയാണെന്ന ധാരണയിലാണ് സുരക്ഷ നൽകാൻ അനുമതി നിഷേധിച്ചത് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈസ്റ്റർ ആഘോഷത്തിന് സംരക്ഷണം നൽകാനാകില്ല എന്ന് നേരത്തെ DCP രേഖാമൂലം മറുപടി നൽകിയിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, നേരത്തെ ഈ സുരക്ഷ ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കുന്ന സാഹചര്യം, പിന്നീട് അത് നൽകാൻ കഴിയില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നു. പിന്നീട് അത് ചർച്ചയായതൊക്കെയാണ്. ഇപ്പോഴെന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്നത്? ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രശ്നം തീർന്നിരിക്കുന്നു എന്ന തരത്തിലേക്ക് വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് ബൽറാം? റീജിത്ത്, ഡൽഹി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഈസ്റ്റ് ഓഫ് കൈലാഷിലെ ചർച്ച് ഓഫ് ട്രാൻസ്ഫിഗറേഷനിലെ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് പോലീസ് സുരക്ഷ തേടിയാണ് അധികൃതർ പോലീസിന് കത്ത് നൽകിയിരുന്നത്. എന്നാൽ അതിന് പോലീസ് നൽകിയ മറുപടി എന്നുള്ളത് അത് നൽകാനാകില്ല എന്നും സുരക്ഷാ ക്രമസമാധാന കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുമായിരുന്നു അത്തരത്തിലൊരു മറുപടി നൽകിയത്. പിന്നെ ഈ സംഭവം വിവാദമായതിന് പിന്നാലെ ഈ പള്ളി അധികൃതർ പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് ഈ വിഷയത്തിലെ ആശയക്കുഴപ്പം ഒഴിവായത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട സമർപ്പിച്ച കത്തിൽ മറ്റ് ഘോഷയാത്രകൾ ഒന്നും തന്നെ ഉണ്ടാകില്ല, പള്ളിയുടെ കോമ്പൗണ്ടിനകത്താകും ഈ 3 ദിവസത്തെ പരിപാടികൾ എന്ന് സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസ്
ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുന്നത് പുറത്ത് നടത്തുന്ന പരിപാടി ആണ് എന്ന ധാരണയിലാണ് ഇതിൽ സുരക്ഷ നൽകുന്നതിനായി അനുമതി നിഷേധിച്ചത്. ക്രമസമാധാന പ്രശ്നവും ചൂണ്ടിക്കാണിച്ചത് അതിനെ തുടർന്നാണ് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ എല്ലാ വർഷവും ഇത്തരത്തിൽ കത്ത് നൽകാറുണ്ട് എന്നും അതിന് മറുപടി നൽകാറില്ല. മറിച്ച് പോലീസ് ഈ സമയമാകുമ്പോൾ ആളുകൾ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ അവിടേക്ക് പോലീസുകാരെ അയക്കാറുണ്ട് സുരക്ഷ ഒരുക്കുന്നതിനായി. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായ ഒരു സമീപനം ഉണ്ടായതാണ് ഈ വിഷയത്തിൽ വിവാദമായത്. എന്തായാലും ഇപ്പോൾ പള്ളി അധികൃതരും പോലീസും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ ആശയക്കുഴപ്പം ഒഴിവായിരിക്കുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മുനമ്പം ഭൂമി തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ബിഷപ്പുമാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ആവർത്തിച്ച് BJP. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയായെന്ന് K. മുരളീധരന്റെ പരിഹാസം. വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പോര് കടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുകൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായിരിക്കും. എന്നാൽ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം വൈകിപ്പിക്കാമല്ലോ എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. ചർച്ച എന്ന് പറഞ്ഞ അനന്തമായി നീട്ടാവുന്ന മറ്റൊരു വഴിയും ആണല്ലോ, അതായിരിക്കും. അല്ലെങ്കിൽ ഇതിനകം തന്നെ തീരുമാനിക്കാമായിരുന്നു. അതിനിടെ മുനമ്പം നിവാസികൾക്ക് നീതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന നിലപാട് ആവർത്തിച്ച് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. അവർക്ക് ആവശ്യം നീതിയാണ്. നീതി ലഭിക്കേണ്ടത് നീതിന്യായ പീഠത്തിൽ നിന്നാണ്. അവർക്ക് റവന്യൂ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. റവന്യൂ അധികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? അത് കേരള ഗവൺമെൻറ്റിനാണ്. നിയമവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, അത് റവന്യൂ അധികാരങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്നായിരുന്നു K. മുരളീധരന്റെ പരിഹാസം. മുനമ്പം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്താനുള്ള ഇടപെടലാണ് ചിലർ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. മുനമ്പം വിഷയത്തിൽ എല്ലാ കക്ഷികളെയും വിളിച്ചു വരുത്തി സർക്കാർ ചർച്ച ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗ് ഏത് സഹായത്തിനും തയ്യാറാണെന്നും കോഴിക്കോട് ബിഷപ്പ് കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞു പ്രതികരിക്കുന്ന ആളാണെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് തീർക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം തൊട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരം അവിടെ തന്നെ. ഇപ്പോൾ ഈ പുതിയ വഖഫ് നിയമമൊന്നും അതിന് പരിഹാരമല്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞു. ഇപ്പോൾ ആദരണീയനായ കോഴിക്കോട് ബിഷപ്പും അതിനെ പറയുകയുണ്ടായി. അദ്ദേഹം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു അതിൽ ഗവൺമെൻറ് അതിൽ ഇടപെടണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കും പറയാനുള്ളത് തന്നെയാണ്. കണ്ണൂർ തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് വഖഫ് ഭൂമി വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ CPIM നേതാവ് MV ജയരാജൻ. സ്വന്തം പള്ളിയുടെ ഭൂമി വഖഫ് അല്ലെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. ഇവർ വിശ്വാസികളാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ലീഗ് നേതാക്കൾ നടത്തിയത് വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണെന്നും MV ജയരാജൻ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയെയും MV ജയരാജൻ രൂക്ഷമായി വിമർശിച്ചു. ഇതുവരെ ലീഗുകാർ ഈ പള്ളിയെ ഭരിച്ചിട്ട് പള്ളിയുടെ വഖഫ് ഭൂമി മറ്റൊരു ലീഗ് നേതാക്കൾ നയിക്കുന്ന അസോസിയേഷൻ കൈവശപ്പെടുത്താൻ തണ്ടപ്പേര് മാറ്റി വ്യാജരേഖയുണ്ടാക്കി പരിശ്രമിച്ചപ്പോൾ അത് പാടില്ലെന്ന് ഒരു കത്തെങ്കിലും എഴുതണ്ടേ? തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ജന്മാവകാശമുള്ള സ്ഥലത്തിന്റെ തണ്ടപ്പേര് കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് തങ്ങളുടെ പേരിലേക്ക് മാറ്റാമെങ്കിൽ അവിടെ കച്ചവടം നടത്തുന്ന ഒരു വാടകക്കാരന് തണ്ടപ്പേര് മാറ്റിക്കൂടെ? അപ്പോൾ നിങ്ങൾ നടത്തിയത് വഖഫ് ഭൂമി തട്ടിയെടുക്കാനുള്ള നീക്കമായിരുന്നു. കോഴിക്കോട് എഞ്ചിൻ തകരാറിലായി ഉൾക്കടലിൽ അകപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മറൈൻ എൻഫോഴ്സ്മെന്റാണ് 6 പേരെ രക്ഷപ്പെടുത്തിയത്. കൊയിലാണ്ടിയിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രി മത്സ്യബന്ധനത്തിന് പോയ ബോട്ടാണ് കുടുങ്ങിയത്. അഭിജിത്ത് മുഴക്കുന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട്. അഭിജിത്ത്, വിവരങ്ങൾ എന്താണ്? കൂടുതൽ വിവരങ്ങൾ എന്താണ് അഭിജിത്ത്?
ഇന്നലെ അർദ്ധരാത്രിയാണ് കൊയിലാണ്ടിയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി ഈ സംഘം പുറപ്പെടുന്നത്. വിനായക എന്ന ബോട്ടിൽ 6 മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവർ ഉൾക്കടലിൽ എത്തിയപ്പോൾ ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായി, ഇവരവിടെ കുടുങ്ങി. അങ്ങനെ ഈ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടിയിൽ നിന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അവിടേക്ക് പുറപ്പെട്ടത്. തുടർന്ന് ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ഇന്ന് അല്പം മുൻപാണ് ഇവർ തിരിച്ചെത്തിയത്. ഈ ബോട്ടും ഒപ്പം തന്നെ ഈ ബോട്ടിലുണ്ടായിരുന്ന 6 പേരെയും സുരക്ഷിതമായി തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞുവെന്ന് മറൈൻ ഫിഷറീസ് എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ടി കെ പ്രൈം ടൈമിലേക്ക് വീണ്ടും. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ഡിസംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് റെക്കോർഡ് ചരക്ക് നീക്കം നടക്കുന്നതിനിടയിലാണ് കമ്മീഷനിങ്. കൂറ്റൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയെങ്കിലും ഔദ്യോഗിക സമർപ്പണം പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി നീട്ടുകയായിരുന്നു. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് അടുത്ത മാസം 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു. രാവിലെ 11 മണിക്കാണ് ചടങ്ങുകൾ. വിഴിഞ്ഞത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ലഭ്യമാക്കാനുള്ള കരാർ ഈ മാസം 9 ഒപ്പിട്ടിരുന്നു. തുറമുഖത്തു നിന്നുള്ള വരുമാനം ലഭിക്കുമ്പോൾ അതിന്റെ 20% വെച്ച് കേന്ദ്രത്തിലേക്ക് അടയ്ക്കണമെന്ന വ്യവസ്ഥയും സംസ്ഥാനം അംഗീകരിച്ചു. ഇതോടെയാണ് വിഴിഞ്ഞത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കളമൊരുങ്ങിയത്. കഴിഞ്ഞ വർഷം ഡിസംബർ 3 വിഴിഞ്ഞം തുറമുഖത്ത് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിച്ചിരുന്നു. ഇതുവരെ 263 കപ്പലുകളാണ് വിഴിഞ്ഞത്ത് വന്നത്. 5 ലക്ഷത്തിനടുത്ത് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനായി. പുതിയൊരു തുറമുഖത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതിയായിട്ടുണ്ട്. 2028 ഇത് പൂർത്തിയാക്കാനാണ് കരാർ. 2015 ഡിസംബർ 5 വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 24 തിരുവനന്തപുരം. KSRTC ടൂർ പാക്കേജിൽ ഗവിക്ക് പോയി കാട്ടിൽ കുടുങ്ങിയ സംഘത്തെ തിരിച്ചെത്തിച്ചു. 38 പേരെയാണ് പത്തനംതിട്ടയിലെത്തിച്ചത്. ഉല്ലാസയാത്ര അതിജീവനത്തിന്റെ യാത്രയായെന്ന് സഞ്ചാരികൾ പറയുന്നു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ഗവിയിൽ ഉല്ലാസയാത്ര പോയി കാട്ടിൽ കുടുങ്ങിയ ആളുകൾ എന്തായാലും പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. KSRTC തന്നെയാണ് ഇവരെ മറ്റൊരു വാഹനത്തിൽ കൊണ്ടുവന്നു. ഇവരെന്തായാലും പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ നിലവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണി മുതൽ ഏറെ മണിക്കൂറുകൾ, 4 മണിക്കൂറുകളാണ് ഇവർ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ചേട്ടാ, എന്തായിരുന്നു ഈ ഉല്ലാസയാത്ര പോയി അതിജീവന യാത്രയായി മാറിയ സംഭവമായി പോയല്ലോ? അതെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഉല്ലാസയാത്രയ്ക്കായിട്ട് ഗവിയിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. KSRTC നമ്മുടെ പ്രിയപ്പെട്ട ബജറ്റ് സുഹൃത്തുമായതുകൊണ്ട് നമ്മളത് തിരഞ്ഞെടുത്തത്. ഞങ്ങൾ സ്കൂളിൽ നിന്ന് 16 പേരുണ്ടായിരുന്നു. ഞങ്ങൾ അധ്യാപകരും സ്റ്റാഫും എല്ലാം കൂടി ഗവിയിലേക്ക് പോകുന്ന വഴിയിൽ മൂഴിയാറിന് ശേഷം ഇത്തിരി ദൂരം മുന്നോട്ട് പോയപ്പോൾ അവിടെ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ഓരോ 11 ആയപ്പോഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയി. പിന്നീട് പത്തനംതിട്ടയാണ് നമ്മൾ അറിയിക്കുന്നത്. പത്തനംതിട്ട ഡിപ്പോയിലാണ് അറിയിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വാഹനം വരാൻ 2-2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു വാഹനം വന്നു. അപ്പോൾ വന്നപ്പോൾ ആ വാഹനവും കംപ്ലൈൻ്റ് ആയിപ്പോയി. വലിയ മഴയും ഇടിയും അതുപോലെ തന്നെ ആനയുടെ ഒച്ചയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എല്ലാവരും ഭയന്നു. കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, പ്രായമായിരുന്നു, അവരൊക്കെ കരയാൻ തുടങ്ങി. അങ്ങനെ നിന്നപ്പോൾ നമുക്ക് ഗവിയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു ബസ്സിനകത്ത് നല്ല ലോഡായിരുന്നു. എങ്കിൽ പോലും ഞങ്ങളെല്ലാവരും തിക്കി കയറി താഴെ മൂഴിയാർ നമ്മുടെ KSEBയുടെ ക്യാൻറ്റീൻ്റെ അവിടേക്ക് ഞങ്ങളെ കൊണ്ടിറക്കി. അപ്പോൾ അതുവരെ ഞങ്ങൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ ഒന്നുമില്ല, ചായ മാത്രമേ കിട്ടിയത്. അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ പത്തനംതിട്ട പോലീസിൽ നിന്ന് അവർ എത്തി സഹായം ചെയ്തു. എന്തായാലും വലിയ ആശങ്കയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം, കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് കുടുങ്ങുന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ച് കാട്ടിൽ നിന്ന് തിരിച്ചു വന്നത് വലിയൊരു ആശ്വാസമാണ്. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ആ കുറച്ച് സമയം? വലിയ പേടിയായി തോന്നി. സത്യം പറഞ്ഞാൽ മഴയും ഇടിയും പിന്നെ അതുപോലെ കോട ഇറങ്ങി, അതുപോലെ താഴെ ആനയുടെ ചിഹ്നം വിളിയൊക്കെ അതിന് മുന്നേ ഞങ്ങൾ കേട്ടതാണ്. ആന പോകുന്ന വഴിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്കിനി എന്ത് സംഭവിക്കും? ഞങ്ങളുടെ കൂടെ കൊച്ചുങ്ങളുണ്ട്, പൊടി കുഞ്ഞുണ്ട്, വയസ്സായവരുണ്ട്. അതിൽ ഒരമ്മ തന്നെ കരയാൻ വേണ്ടി തുടങ്ങിയായിരുന്നു. കാരണം മഴ പെയ്യുന്ന ചുറ്റുമൊന്നും കാണാൻ പറ്റുന്നില്ല. ആ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അപ്പം ഒരാളുടെ മനോധൈര്യം പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ ഡൗൺ ആവും. പക്ഷേ നമ്മളെല്ലാവരും അതിൽ നിന്ന് അതിജീവിച്ചെന്ന് തന്നെ പറയാം. എന്തായാലും മുഴുവൻ യാത്രക്കാരും 38 യാത്രക്കാരും സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ട്. KSRTCയുടെ ഉല്ലാസയാത്ര അതിജീവന യാത്രയായെന്നാണ് ഈ യാത്രക്കാർ പറയുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. നോക്കാം ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.